ബി ജെ പിയുടെ ഐഡന്റിറ്റിയാണ് കാവി നിറം. കാവി വെച്ചൊരു കളിയും ബി ജെ പിക്കില്ല. കാവി വിട്ട് അത് വെച്ചാണ് എല്ലാ പ്രചാരണങ്ങളും നടത്തുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ സാമൂഹിക മാധ്യമ പ്രചരണ പോസ്റ്ററുകളിൽ കാവി നിറയില്ല. ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനാണ് കാവി ഒഴിവാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്യാൻ IT സെല്ലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനിടെ നല്ലൊരു തർക്കം കൂടി മൂത്തു വരുന്നുണ്ട് ബി ജെ പിക്കുള്ളിൽ. കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റിനായി ബി ജെ പി അധ്യക്ഷനും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും തമ്മിൽ പോസ്റ്റർ യുദ്ധം തുടരുകയാണ്. ക്രെഡിറ്റ് ആർക്കാണ് എന്നതാണ് ചോദ്യം. വി.എസ്. രഞ്ജിത്തുണ്ട്. വി.എസ്. രഞ്ജിത്ത്, പല പോസ്റ്ററുകളും നമ്മൾ ബി ജെ പിയുടെ കണ്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗം അതിലെ കാവി നിറമാണ്. എന്നാൽ കാവി നിറം പിൻവലിച്ച് ഇപ്പോൾ വയലറ്റും നീലയും ചുമപ്പും ഒക്കെ കൊടുത്താണ് ബി ജെ പി സമൂഹ മാധ്യമ പോസ്റ്ററുകൾ ഇറക്കുന്നത്. അതൊരു പുതിയ ഡിസൈനാണെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നിർദ്ദേശം IT സെല്ലിന് നൽകിയിട്ടുണ്ടോ ബി ജെ പി? ഡോക്ടർ അരുൺ, ബി ജെ പിയുടെ സംഘടനാപരമായും നയപരമായുമുള്ള മാറ്റങ്ങളെ ഈ പോസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും. സംഘടനാപരമായ മാറ്റം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്ര മന്ത്രിമാരും തമ്മിലുള്ള ഒരു മത്സരമാണ്. അതായത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഒരു തർക്കം നടക്കുന്നുണ്ട്. അത് കേന്ദ്ര മന്ത്രിമാരാണ് എന്ന് പറഞ്ഞ് ജോർജ് കുര്യൻ പോലുള്ള ആളുകൾ പോസ്റ്റ് ഇടുന്നു. അതോടൊപ്പം തന്നെ അതേ പദ്ധതികളുടെ അവകാശവാദവുമായി സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പദ്ധതി മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചപ്പോൾ അത് തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം ജോർജ് കുര്യൻ അറിയിച്ചത്. മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അക്കാര്യം മന്ത്രി അനുവദിച്ചു വന്നു, നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ ഇതേ ആവശ്യം ഞാനും മുന്നോട്ട് വെച്ചിരുന്നു, അക്കാര്യം കേന്ദ്രം അനുവദിച്ചു എന്ന മട്ടിൽ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം തന്നെയാണ് നേരത്തെ വന്ദേ ഭാരത് അനുവദിച്ചപ്പോഴൊക്കെ നന്ദി മോദി എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖറിന്റെ ക്രെഡിറ്റ് എടുക്കൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊരു തർക്കമായി മാറുകയാണ്. അതോടൊപ്പം മറ്റൊരു പോസ്റ്റർ യുദ്ധം അല്ലെങ്കിൽ പോസ്റ്റർ വിപ്ലവം സംഭവിച്ചത് ബി ജെ പിയുടെ കഴിഞ്ഞ ഒരു മാസത്തെ പോസ്റ്ററുകൾ വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് കാവി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാവി ഇല്ലാതാവുകയാണ്. അത് ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കേണ്ടതില്ല, വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്നുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ നയപരമായ മാറ്റത്തിനൊപ്പമാണ്. ഒപ്പം ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ബി ജെ പി ഈ കാവി മായ്ച്ചു കളയുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, താങ്ക് യു വി. രഞ്ജിത്ത്.